നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീലിൽ തിങ്കളാഴ്ച വിധി. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയുടെ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയിരുന്നു. എന്നാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇതിനെതിരെയാണ് കുടുംബം അപ്പീൽ നൽകിയത്. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. നേരത്തെ വാദം പൂർത്തിയായി ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റിയിരുന്നു. മഞ്ജുഷ നൽകിയ ഹർജിയായിരുന്നു വിധി പറയാൻ മാറ്റിയത്. കേസിൽ വാദം പൂർത്തിയായ ശേഷമായിരുന്നു വിധി പറയാൻ മാറ്റിയത്. CBI അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുൻ വക്കീൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ആ വക്കീലിനെ കുടുംബം മാറ്റി മറ്റൊരു വക്കീലിനെ കേസ് ഏൽപ്പിക്കുകയായിരുന്നു. നേരത്തെ സിംഗിൾ ബെഞ്ച് മുൻപാകെ ഇതേ ആവശ്യവുമായി സമീപിച്ചിരുന്നു. അതായത് CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കുടുംബം സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് ഈ ആവശ്യത്തെ തള്ളിയിരുന്നു. തൽക്കാലം SIT ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ എന്ന ഒരു നിലപാടിലായിരുന്നു ഹൈക്കോടതി. DGP പ്രത്യേകമായി മേൽനോട്ടത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം എന്ന ഒരു നിർദ്ദേശവും സിംഗിൾ ബെഞ്ച് നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു നേരത്തെ CBI അന്വേഷണ ആവശ്യം തള്ളിയത്. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു വിധി പറഞ്ഞത്. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണെന്നതടക്കം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന ആവശ്യത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണെന്നും അതിനാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സർക്കാരും സ്വീകരിച്ച നിലപാട്. എന്നാൽ CBI നിലപാട് വ്യക്തമാക്കിയത് കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു നിലപാട് CBIയും കോടതിയിൽ അറിയിച്ചിരുന്നു. ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉയർത്തുന്നതെന്നും വസ്തുതകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI നിലപാട് വ്യക്തമാക്കിയതാണ്. എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അവരെന്തായാലും ആ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്തായിരിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ച നിർണായകമായ വിധി പുറത്തുവരും. എന്തായാലും ആ ഒരു വിധി എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. എന്തായാലും വാദമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ഈയിടയ്ക്ക് ഈ കേസിലെ ആരോപണ വിധേയ PP ദിവ്യ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ അവതാരിക സുജയ പാർവതിക്കെതിരെ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെയായിരുന്നു PP ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ചാനൽ പരിപാടിക്കിടെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയും പൊതുസമൂഹത്തിന് മുൻപിൽ മോശക്കാരിയായി ചിത്രീകരിച്ചു എന്നുമാണ് ആരോപണം. ചാനൽ പരിപാടിക്ക് റീച്ച് കൂട്ടുന്നതിനായി ബോധപൂർവം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയെന്ന പ്രവണത ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും PP ദിവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസിലൂടെ വ്യക്തമാക്കിയിരുന്നു. നീതിക്കായുള്ള തന്റെ പോരാട്ടത്തിൽ പൊതുജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PP ദിവ്യ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.